യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ എന്താണ് എന്ന് എപ്പോഴും ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. വാട്ട് വി ആർ. ഞാനിപ്പോൾ എന്തായിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി വിശുദ്ധ ഗ്രന്ഥത്തിൽ പൗലോസ് അപ്പോസ്തലൻ 1 കൊറിന്ത്യർസിന് എഴുതിയ 15-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയുംക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തായിരിക്കുന്നുവോ അത് നിങ്ങളുടെ മിടുക്കുകൊണ്ടോ സാമർഥ്യം കൊണ്ടോ നിങ്ങളായതല്ല. അത് നിങ്ങളെ സൃഷ്ടിച്ച പിതാവായ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് ലഭിച്ചതാണ്. ആ കൃപ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. ആ കൃപ നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അധ്വാനിക്കുവാനുള്ള കഴിവ് ദൈവം തന്നിരിക്കുന്നത്. ആ അധ്വാനത്തിന് നല്ല പ്രതിഫലം ദൈവം തരുന്നത്. എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയതെല്ലാം, നേടിക്കൊണ്ടിരിക്കുന്നതെല്ലാം, നേടാനുള്ളതെല്ലാം ഒന്നും നിങ്ങളുടെ മിടുക്കോ സാമർഥ്യമോ സമ്പത്ത് കൊണ്ടോ നേടിയതല്ല. എല്ലാം ദൈവകൃപയാൽ നേടിയതാണെന്നും ആ ദൈവകൃപ എന്നോട് ചേർന്ന് നിന്ന് അധ്വാനിച്ചതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ദൈവിക ദൂതൻ എനിക്ക് വേണ്ടി അധ്വാനിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും എനിക്കുള്ളത് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. സ്വയം അഹങ്കരിക്കാതെ, എല്ലാം എൻ്റേതാണെന്ന് ഭാവിക്കാതെ, ദൈവത്തിന് നന്ദിയുള്ളവനായി, ദൈവകൃപയ്ക്ക് നന്ദി ചൊരിയുന്നവനായി ദൈവത്തിൻ്റെ മുന്നിലായിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും ഇന്നു മുതൽ മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളിലും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ദൈവിക സാന്നിധ്യം, ദൈവിക കൃപ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നും ആ ദൈവകൃപ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സമാധാനം എപ്പോഴും നിങ്ങൾക്ക് നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.